നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഗ്രാമർ നോക്കേണ്ട കാര്യമില്ല. ഇതിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നാം. ഇതിൽ അല്പം ശരിയുണ്ട്. ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ഗ്രാമർ നിയമങ്ങൾ ലംഘിക്കാറുണ്ട്. അത് ഏത് ഭാഷയിലായാലും. മലയാളത്തിലും നമ്മൾ സാധാരണയായി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. അത്തരം ഒരു ഗ്രാമർ ലംഘനത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. She will have met him by tomorrow. She will have met him by tomorrow. നിങ്ങൾക്കറിയാം, ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അതായത് ഭാവിയിൽ ഒരു പ്രത്യേക സമയത്തിന് മുൻപ് ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ കഴിഞ്ഞിരിക്കും എന്ന് പറയാനായിട്ട്. നാളെയോടെ അവൾ അവനെ കണ്ടിട്ടുണ്ടാകും, കണ്ടുമുട്ടിയിട്ടുണ്ടാകും. ശക്തമായി ഉറപ്പിച്ചു പറയണമെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇതേ ആശയം പ്രകടിപ്പിക്കാൻ സിമ്പിൾ ഫ്യൂച്ചർ മതിയാകും. അതായത് ഷീൽ മീറ്റ് ഹിം ബൈ ടുമോറോ. നാളെയോടെ അവൾ അവനെ കണ്ടുമുട്ടും. ഇങ്ങനെയാണ് സാധാരണ പറയുക. നേരെ മറിച്ച് ശക്തമായി ഉറപ്പിച്ചു പറയാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് തന്നെ വേണം. The movie will have started by the time we arrive. The movie will have started by the time we arrive. നമ്മളെത്തുമ്പോഴേക്കും സിനിമ തുടങ്ങിയിട്ടുണ്ടാകും. ഇതും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. പക്ഷേ the movie will start by the time we arrive എന്ന് പറഞ്ഞാൽ മതിയാകും. The movie will start by the time we arrive. നമ്മളെത്തുമ്പോഴേക്കും സിനിമ തുടങ്ങും. ആശയം എന്താണെന്ന് കേൾക്കുന്നയാൾക്ക് ആ സന്ദർഭത്തിൽ വ്യക്തമായിരിക്കും. കാരണം ഈ ഒരു സെന്റൻസ് ഒറ്റപ്പെട്ട ഒരു സെന്റൻസ് അല്ല. ഇതിന് പശ്ചാത്തലമായി ഒരു സന്ദർഭമുണ്ട്. മുൻപിലും പിറകിലുമായി മറ്റ് സംഭാഷണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നയാൾക്ക് വ്യക്തമായി കാര്യം മനസ്സിലാകും. മറ്റൊരു എക്സാമ്പിൾ. ഷീ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ബൈ ദ ടൈം ഷീ ഈസ് 22. She will have graduated by the time she is 22. 22 വയസ്സാവുമ്പോഴേക്കും അവൾ ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടാകും. അവളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഇത് സിമ്പിൾ ഫ്യൂച്ചറിലും പറയാം. She will graduate by the time she is 22. 22 വയസ്സാവുമ്പോഴേക്കും അവൾ ഗ്രാജുവേറ്റ് ആയിരിക്കും. She will graduate by the time she is 22. ഇവിടെയൊക്കെ കേൾക്കുന്നയാൾക്ക് കാര്യം മനസ്സിലാകും. പക്ഷേ ഔപചാരിക സന്ദർഭങ്ങളിൽ, ഫോർമൽ സിറ്റുവേഷൻസിൽ, ഫോർമൽ കോണ്ടെക്സ്റ്റുകളിൽ അവിടെയൊക്കെ റൂൾസ് തീർച്ചയായും പാലിക്കണം. ഒരു കാര്യം ഓർമ്മിക്കുക, സംസാര ഭാഷയിൽ പലപ്പോഴും നമുക്ക് ഗ്രാമർ നിയമങ്ങൾ ലംഘിക്കാം. താങ്ക് യു. ടേക്ക് കെയർ. സ്റ്റേ ഓസം.